കോമഡി വേഷങ്ങളിലൂടെയും സഹനടി വേഷങ്ങളിലൂടെയും മലയാളം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് പ്രിയങ്ക അനൂപ്. മലയാള സിനിമാ രംഗത്തെന്ന് മാത്രമല്ല ഏതൊരു സിനിമാ മേഖലയിലും കാസ്റ്റിംഗ് കൗച്ച് നേരിടുന്നു എന്ന് പലരും പറയാറുണ്ട്. അത്തരമൊരു അനുഭവത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് പ്രിയങ്ക. മോശം സമീപനമുണ്ടായാൽ ഡയറക്ടറോടോ പ്രൊഡ്യൂസറോടോ പറയുക, ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവരിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ പതുക്കെ അവരോട് തന്നെ പറയണം. പടം പോകുകയൊന്നുമില്ല. 1-2 പടങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. ആ പടത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. യൂട്യൂബ് ചാനലിലെ വരുമാനം മാത്രം മതി ജീവിക്കാൻ. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോകാം. പോയി കഴിഞ്ഞിട്ട് അവരെ കുറ്റം പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്നെ റൂമിൽ വിളിച്ചു എന്നൊക്കെ പറയുന്നു. എന്തിനാണ് റൂമിൽ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൂടെ? കുറച്ച് നാൾ മുമ്പ് എന്നെ ഒരാൾ വിളിച്ചു. നല്ല ക്യാരക്ടറാണ്, ചേച്ചിയോട് എനിക്ക് സ്റ്റോറി പറയണമെന്ന് പറഞ്ഞ് എന്നെ ഒരാൾ കുറച്ച് നാൾ മുമ്പ് വിളിച്ചു. ഞാനാണോ നായിക? അങ്ങനെയെങ്കിൽ ആ പടം എനിക്ക് വേണ്ട, പടം പൊളിയും. കഥാപാത്രം എന്തെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അല്ല ചേച്ചി, എനിക്ക് നേരിട്ടിരുന്ന് സംസാരിക്കണം എന്ന് അവൻ പറഞ്ഞു. നേരിട്ട് സംസാരിക്കാൻ വരൂ, നമുക്ക് ഏതെങ്കിലും ടീ ഷോപ്പിലിരുന്ന് സംസാരിക്കാമെന്ന് ഞാൻ. റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സോറി മോനെ, റൂമിലിരുന്ന് കഥ കേൾക്കേണ്ട പ്രായമല്ല എനിക്ക്, കഥ കേൾക്കാൻ താല്പര്യമില്ല, റൂമിൽ കഥ കേൾക്കാൻ താല്പര്യമുള്ളവരെ വിളിച്ചോ എന്ന് താൻ മറുപടി നൽകിയെന്നും പ്രിയങ്ക അനൂപ് പറയുന്നു. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് നടിമാർ തുറന്നു പറയുന്നതിനെ പ്രിയങ്ക അനൂപ് എതിർക്കാറുണ്ട്. വിട്ടുവീഴ്ച ചെയ്തിട്ട് പിന്നെ തുറന്നു പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് പ്രിയങ്ക പറയുന്നത്. പ്രിയങ്കയെ നമ്മൾ സാധാരണ കൂടുതൽ കണ്ടിട്ടുള്ളത് സഹനടി വേഷങ്ങളിലാണ്. അതുപോലെ കോമഡി വേഷങ്ങളിലും കോമഡി ഷോകളിലും താരം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. താൻ എപ്പോഴും പുരുഷന്മാരുടെ കൂടെയാണെന്ന് പ്രിയങ്ക പറയുന്നു. കാരണം പുരുഷന്മാരെ ഒരുപാട് വേട്ടയാടാറുണ്ട്. കാരണം പല നുണകളും കെട്ടിയെഴുന്നള്ളിച്ച് വ്യാജ പീഡന വാർത്തകൾ പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെ ഒരുപാട് വേട്ടയാടാറുണ്ടെന്ന് പ്രിയങ്ക പറയുന്നു. സമത്വം വേണമെന്ന് എപ്പോഴും പറയും. എന്നാൽ പീഡനത്തിൻ്റെ കേസ് വരുമ്പോൾ സമത്വവും തുല്യതയും കാണില്ല പുരുഷന്. എന്നെ ഒരാൾ തൊട്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കും. കുറെ നാൾ കഴിഞ്ഞല്ല അത് പറയേണ്ടതെന്ന് പ്രിയങ്ക പറയുന്നു. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്യാൻ പോകരുത്. ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല ബോധവും അറിവുള്ളവരുമാണല്ലോ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ സ്പോട്ടിൽ തന്നെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. ഫിലിം ഫീൽഡിൽ നിന്ന് തനിക്ക് ഒരു ദ്രോഹവും ഉണ്ടായിട്ടില്ലെന്നും പുരുഷന്മാരെ എല്ലാത്തിനും എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും പ്രിയങ്ക പറയുന്നു. പണ്ടൊരിക്കെ ഇതുപോലെ മറ്റൊരു മോശം അനുഭവത്തെക്കുറിച്ച് പ്രിയങ്ക പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയങ്ക മേൽ പറഞ്ഞതിൽ നിന്ന് പരസ്പര വിരുദ്ധമാണ്. സിനിമാ മേഖലയിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ നിന്ന് വിപരീതമായിരുന്നു ആ സംഭവം. അത് 1 വർഷം മുൻപാണ്. വളരെ കഷ്ടപ്പെട്ടാണ് താൻ ഒരാളെ കൈകാര്യം ചെയ്ത് വിട്ടത് എന്നാണ് പ്രിയങ്ക പറഞ്ഞത്. ഒത്തിരി കഷ്ടപ്പെട്ടു. ഇപ്പോഴും മലയാള സിനിമയിലുണ്ടായാൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ കണ്ടാൽ സംസാരിക്കാൻ പോലും പുള്ളിക്ക് നേരമില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുക്കപ്പെട്ടവൾ. ഉപകാരങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാകാം പേടിയുണ്ടാകും. പേടിക്കണമല്ലോ എന്നാണ് പ്രിയങ്ക പറയുന്നത്. ആ സംഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്നറിയാമോ? എന്നിട്ടും അയാൾക്ക് അഹങ്കാരത്തിനൊരു കുറവുമില്ല. ആ അഹങ്കാരം കാണുമ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നും. ഞാനതൊരിക്കൽ പറയും. കാരണം ഇനിയും ഒരുപാട് തലമുറകൾ വരാനുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടാകരുത്. ഫീൽഡിലുള്ള ഈ പുഴുക്കുത്തുകളൊക്കെ പോകട്ടെ. സിനിമ നല്ല ഫീൽഡാണ്. ഇതുപോലുള്ള കുറച്ച് ആളുകൾ നശിപ്പിക്കുകയാണെന്ന് പ്രിയങ്ക പറയുന്നു. അവർക്കൊന്നും അടിമപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്നും പ്രിയങ്ക പറയുന്നു. അതേസമയം തൻ്റെ ഈ അഭിമുഖങ്ങളൊക്കെ ആ നടൻ കാണുന്നുണ്ടാകുമെന്നും പ്രിയങ്ക പറയുന്നുണ്ട്. TV കാണുന്ന ആളാണല്ലോ. ഞാൻ പറയുന്നത് കേട്ടാൽ മനസ്സിലാകാനുള്ള ബോധമൊക്കെ അയാൾക്കുണ്ടാകും. മനസ്സിലാക്കണം. അതിനുവേണ്ടി തന്നെയാണ് താനിത് പറയുന്നതെന്നാണ് പ്രിയങ്ക പറയുന്നത്. എനിക്കുണ്ടായ എനിക്കും അനുഭവങ്ങളുണ്ട്, ഇല്ലെന്ന് പറയില്ല. പക്ഷേ ഇനി അതൊന്നും പറയാനില്ല. എന്നെ ഉപദ്രവിക്കാൻ വന്നവരെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ജീവിതം എൻ്റെ ദാനമായി കണക്കാക്കിയാലും മതി. ഞാൻ തെളിവ് സഹിതമേ പറയുന്നുള്ളൂ. എല്ലാത്തിനും എൻ്റെ അമ്മ സാക്ഷിയാണ്. വേണ്ട, ഒന്നിനും പോണ്ട, എടുത്തുചാട്ടം കാണിക്കരുതെന്നാണ് അമ്മ പറഞ്ഞതെന്നും പ്രിയങ്ക പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് എല്ലാവരോടും പറയാനുള്ളത്. എന്നെ മദ്യപാനത്തിന് നിർബന്ധിക്കരുത്. ഞാനൊരു ലഹരി വസ്തുവും ഉപയോഗിക്കില്ല, വൈൻ പോലും കുടിക്കില്ല. 2ാമത്, സാമ്പത്തികം ചോദിക്കരുത്. കാരണം എൻ്റെ കയ്യിലില്ല. ഉള്ളപ്പോൾ സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ കയ്യിലില്ല, അതിനാൽ ചോദിക്കരുത്. 3ാമത്, 10 കോടി മുന്നിൽ വെച്ചാൽ പോലും എന്നെ ചോദിക്കരുത്, കിട്ടില്ല. ഞാൻ വരില്ല. എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ പോകില്ല. ഏതറ്റം വരെയും കഷ്ടപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ആരുടെയും കൂടെ പോയില്ല എന്നും പ്രിയങ്ക അന്ന് പറഞ്ഞിരുന്നു.